Hello students, let us consider the topic that is instruction set architecture. Now here there are two types of architectures, that is RISC and CISC. That is RISC is reduced instruction set computer architecture and CISC, that is complex instruction set computer architecture. Now let us first see what do you mean by instruction set. Now we had seen that a program consists of number of instructions. Okay, multiple instructions will make up a program. Now when we consider a particular microprocessor, that is we can take the same example, that is 8085. So we had seen that for 8085 where we have a particular instruction set, that is all the instructions together will form the instruction set. Okay, so depending on the instruction set, the architectures can be classified as RISC and CISC. Okay, reduced instruction set and complex instruction set. Now let us consider RISC or reduced instruction set. It is a type of microprocessor architecture that utilizes a small, highly optimized set of instructions rather than a more specialized set of instructions often found in other type of architectures. അപ്പോൾ ഇവിടെ RISC എന്ന് പറയുന്നത് അത് ഒരു സ്മോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്മോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അത് അതായത് ഇപ്പം മോർ സ്പെഷ്യലൈസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലാതെ ജസ്റ്റ് ഒരു സ്മോൾ ചെറിയൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ഇനി മെമ്മറി ആക്സസസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെമ്മറി ആക്സസസ് ആർ റെസ്ട്രിക്റ്റഡ് ടു ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ആർ രജിസ്റ്റർ ടു രജിസ്റ്റർ. അതായത് കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഡും സ്റ്റോർ ഇൻസ്ട്രക്ഷൻ മാത്രമേ മെമ്മറിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആൻഡ് ഡേറ്റ മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രജിസ്റ്റർ ടു രജിസ്റ്റർ ആണ് അധികവും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക. ഇനി അഡ്രസ്സിംഗ് മോഡ്സ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ. ദാറ്റ് ഈസ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പം ഏതൊക്കെ രീതിയിൽ ഓപ്പറൻസ് സ്പെസിഫൈ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഓപ്കോഡും ഓപ്പറൻറ്റും ഉണ്ടല്ലോ ഇൻസ്ട്രക്ഷനിൽ. സോ ഓപ്പറൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാം, അതാണ് അഡ്രസ്സിംഗ് മോഡ്. സോ അഡ്രസ്സിംഗ് മോഡ്സ് ഇവിടെ പക്ഷേ കുറച്ചേ ഉണ്ടാവും, കുറവാണ്. ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എല്ലാം സെയിം ലെങ്ത് ആണ്. ഓക്കെ, ആർ ഓഫ് സെയിം ലെങ്ത്. ഇൻസ്ട്രക്ഷൻസ് പെർഫോം ദ എലിമെൻ്ററി ഓപ്പറേഷൻസ്, അതായത് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇനി CISC എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെമ്മറി ആക്സസ് ഇസ് ഡയറക്ട്ലി അവൈലബിൾ ടു മോസ്റ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അഡ്രസ്സിംഗ് മോഡ്സ് ആർ സബ്സ്റ്റാൻഷ്യൽ ഇൻ നമ്പർ, ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് ദേ പെർഫോം ബോത്ത് എലിമെൻ്ററി ആൻഡ് കോംപ്ലെക്സ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പാരിസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ CISC ആണെങ്കിൽ RISC കമ്പയർ ചെയ്യുമ്പോൾ മെമ്മറി ആക്സസ് കൂടുതലും കുറേ ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് മെമ്മറി ആക്സസ് ഉണ്ടാവും. ആൻഡ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് അത് കൂടുതലായിരിക്കും. ദെൻ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. ദെൻ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യുന്നത് എലിമെൻ്ററി ആൻഡ് കോംപ്ലെക്സ്, അതായത് സിമ്പിളായിട്ടുള്ളതും കോംപ്ലെക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസും പെർഫോം ചെയ്യും ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, so next that is let us see RISC, that is reduced instruction set computer architecture, has large register file, control unit will be simple and hardwired, pipelining will be possible. അതായത് രജിസ്റ്റർ സൈസ് കൂടുതലായിരിക്കും, രജിസ്റ്റർ ഫയൽ കൂടുതലായിരിക്കും. ദെൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് അത് സിമ്പിളാണ്, ഹാർഡ് വയേർഡും ആണ്. ദെൻ പൈപ്പ്ലൈനിങ്, ദറ്റ് ഈസ് പൈപ്പ്ലൈനിങ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ. പൈപ്പ്ലൈനിങ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് രണ്ട് ഓപ്പറേഷൻസ് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും, അതായത് സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് പൈപ്പ്ലൈനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പ്ലൈനിങ് കാരണം ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഇത് കോഡ് ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് CI ഫയൽ സ്മോളറാണ്, RISCനേക്കാളും രജിസ്റ്റർ ഫയൽ സ്മോളറാണ്. ആൻഡ് കൺട്രോൾ യൂണിറ്റ് മൈക്രോ പ്രോഗ്രാംഡ് ആണ്, അതായത് ഹാർഡ്വെയർ അല്ല സോഫ്റ്റ്വെയർ ആണ്. ദെൻ കറണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് CISC ഓപ്പറേഷൻ സീക്വൻസ് ഓഫ് RISC ലൈക്ക് ഓപ്പറേഷൻസ്. അതായത് CISC എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്
RISC പോലത്തെ ഓപ്പറേഷൻസ് ആണ് ചെയ്യുക. അതാണ് കറണ്ട് ട്രെൻഡ്. ഇനി CISC എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് CISC പ്രോസസ്സസ് ആർ system/360 that is excluding the scientific model 44, then VAX, PDP-11 ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്, മാനുഫാക്ചേഴ്സിൻ്റെ ആണ്. ഇപ്പോൾ മോട്ടറോള 68000 ഫാമിലി, ഇൻറ്റൽ 86 ആർക്കിടെക്ചർ ബേസ്ഡ് പ്രോസസ്സേഴ്സ്. അപ്പോൾ ഇതെല്ലാം CISCൻ്റെ എക്സാമ്പിൾസ് ആണ്. ദാറ്റ് ഈസ് 86 എന്ന് പറയുമ്പോൾ 8086 ഉണ്ട്, 80 അങ്ങനെ 386 അങ്ങനെയെല്ലാം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, നൗ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എംഫസിസ് ഓൺ ഹാർഡ്വെയറിലാണ് കൂടുതൽ എംഫസിസ് ആൻഡ് ഇൻക്ലൂഡ്സ് ദ മൾട്ടി ക്ലോക്ക് കോംപ്ലെക്സ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ദെൻ മെമ്മറി ടു മെമ്മറി, ദാറ്റ് ഈസ് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇൻസ്ട്രക്ഷൻസ്. Then small code size, high cycles per second, transistors used for storing complex instructions. Okay, അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് the incorporation of older instruction sets into new generation of processors tended to force growing complexity. Okay, കോംപ്ലെക്സിറ്റി കൂടുതലായിരുന്നു. അതായത് ഓൾഡർ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉള്ള അതിലേക്ക് ന്യൂ ജനറേഷൻ പ്രോസസ്സേഴ്സ് വരുന്ന സമയത്ത് അത് കോംപ്ലെക്സിറ്റി കൂട്ടി. ആൻഡ് മെനി സ്പെഷ്യലൈസ്ഡ് CISC ഇൻസ്ട്രക്ഷൻസ് were not used frequently enough to justify their existence. കൂടുതലും CISC ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാതെ ആയിരുന്നു ഉണ്ടായ. ആൻഡ് ഈച്ച് കമാൻഡ്, ദാറ്റ് is CISC command must be translated by processor into tens or even hundreds of lines of microcode. It tends to run slower than an equivalent series of simpler commands that do not require so much translation. ഓക്കെ, അപ്പോൾ ഇവിടെ CISCൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് പ്രൊസസ്സറിൽ കുറേ പ്രാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, കുറേ ലൈൻസ്, അതായത് ഇപ്പോൾ ടെൻസ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ലൈൻസിലേക്ക് കോഡ് മൈക്രോ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. ഒക്കെ അതുകൊണ്ട് തന്നെ സ്ലോവർ ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ അതായത് സിംപ്ലർ കമാൻഡ്സ് ഉണ്ടെങ്കിൽ അത്രയും ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ CISC സ്ലോവർ ആയിരുന്നു. Then we have RISC examples, that is Apple iPods, then Apple iPhone, okay, Samsung ARM11 76Z, that is JZF, then Palm and Pocket PC, okay, PDAs and smartphones. Then Nintendo Game Boy Advance, that is based on ARM7 architecture. Then Nintendo DS, that is ARM7 and ARM9. Then Sony Network Walkman. Then some Nokia and Sony Ericsson mobile phones. ഇതിലെല്ലാം RISC ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തത്. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എംഫസിസ് സോഫ്റ്റ്വെയറിലാണ് കൂടുതൽ എംഫസിസ്. സിംഗിൾ ക്ലോക്ക്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ ഓൺലി. Okay, register to register, load and store are independent instructions. Okay, low cycles per second, large code sizes, spends more transistors on memory registers. Okay, ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ CISC അപ്രോച്ച് attempts to minimize the number of instructions per program, sacrificing the number of cycles per instruction. അതായത് CISC അപ്രോച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിലുള്ള നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കുറക്കാൻ വേണ്ടിയാണ് നോക്കാം. ഓക്കെ, ആൻഡ് പക്ഷേ നമ്പർ ഓഫ് സൈക്കിൾസ്, ഒരു ഇൻസ്ട്രക്ഷനിലുള്ള സൈക്കിൾസ് കൂടും. ഓക്കെ, ഇനി RISC ഓപ്പോസിറ്റ് ആണ്, ദാറ്റ് ഈസ് റെഡ്യൂസിങ് ദ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷനിലുള്ള സൈക്കിൾസ് കുറയും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിലുള്ള നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടും. അതാണ്. Okay, now let us consider the comparison between the RISC and CISC processors. Now, for RISC we say that simple instructions are present taking one cycle, whereas for CISC the complex instructions are there taking multiple cycles. അതായത് ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് സിമ്പിളായിരിക്കും, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്, ഒരു കംപ്ലീറ്റ് സൈക്കിളാണ്. വെറാസ് കോംപ്ലെക്സ് ഇൻസ്ട്രക്ഷൻസ് ആണ് സിസ്കിലുള്ളത്. സിസ്കിൽ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സൈക്കിൾസാണ് എക്സിക്യൂട്ട് ചെയ്യാനെടുക്കുന്ന സമയം. Next point is instructions are executed by hardwired control unit in case of RISC, whereas in CISC
the instructions are executed by the microprogrammed control unit. അതായത് കൺട്രോൾ യൂണിറ്റ് ഇവിടെ ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ആർക്കിടെക്ചർ വൈസ് പറയുകയാണെങ്കിൽ. Then for RISC we have few instructions and for CISC we have many instructions. Then fixed format instructions are present in RISC whereas variable format instructions are present in CISC. That is fixed അതായത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമാറ്റ് ഫിക്സ്ഡ് ആയിരിക്കും ഫോർ RISC. ഓക്കെ. ആൻഡ് CISC ആണെങ്കിൽ വേരിയബിൾ ആയിരിക്കും, ഫോർമാറ്റ് വേരിയബിൾ ആയിരിക്കും ഇൻസ്ട്രക്ഷൻസിൻ്റെ. ദെൻ റിസ്കിലാണെങ്കിൽ few addressing modes and most instructions have register to register addressing mode. അതായത് ഇവിടെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതെല്ലാം രീതിയിൽ ഒരു ഓപ്പറൻറ്റ്, അതായത് ഇൻസ്ട്രക്ഷൻസിൽ രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓപ്പ് കോഡും ഓപ്പറൻറ്റും. സോ ഏതെല്ലാം രീതിയിൽ ഓപ്പറൻറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, അതാണ് അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പം ഇവിടെ റിസ്ക് ആണെങ്കിൽ ഫ്യൂ അഡ്രസ്സിംഗ് മോഡ്സ് ആണുള്ളത്. അധികവും എല്ലാ ഇൻസ്ട്രക്ഷൻസിനും രജിസ്റ്റർ ടു രജിസ്റ്റർഡ് അഡ്രസ്സിംഗ് മോഡാണ് ഫോളോ ചെയ്യുന്നത്. whereas many addressing modes are present in case of CISC. Then for RISC we have multiple register set, അതായത് register set multiple register set ആയിരിക്കും. whereas CISC ആണെങ്കിൽ single register set is present. And highly pipelined mode of operation ആണ് റിസ്കിലുള്ളത്. ആൻഡ് നോട്ട് പൈപ്പ്ലൈൻഡ് ഓർ ലെസ് പൈപ്പ്ലൈൻഡ് ആണ് സിസ്കിലുള്ളത്. അതായത് പൈപ്പ്ലൈൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഒരേ സമയത്ത് നടക്കും. അതായത് ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ്റെ കോഡ് ഫെച്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് പറ്റും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടാൻ വേണ്ടി. സോ റിസ്ക് ആണെങ്കിൽ ഹൈലി പൈപ്പ്ലൈൻഡ് ഓപ്പറേഷനാണ്. ആൻഡ് സിസ്ക് ആണെങ്കിൽ പൈപ്പ്ലൈൻഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ലെസ് പൈപ്പ്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ RISC ആൻഡ് CISC processors.